ശ്രീമതി സിമി റോസ് ബെൽജോൺ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും കേരള സമൂഹമാകെ ചർച്ച ചെയ്യുന്നതിനിടയിൽ പോലീസ് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതിനിടയിലാണ് താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് വിശേഷിക്കട്ട, ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിക്കട്ട കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ആരോപണങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തത്? ഞാൻ CPM ആയിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന് അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, CPM ആയിട്ട് ഞാൻ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയതെന്ന് തെളിയിക്കണം. പ്രതിപക്ഷ വി ഡി സതീശന് ഉന്നം വച്ചായിരുന്നു ആരോപണം പറഞ്ഞു. പൊതുവിൽ കാര്യങ്ങൾ ഞാൻ ഈ പാർട്ടിയിലെ ഒരു പ്രതികരണത്തിൽ പറയണം. അല്ല, ഞാൻ ഈ പാർട്ടിയിൽ വളരെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതാണ്. KSUവിൻ്റെ ഒരു സാധാരണ ഭാരവാഹിയായിട്ട് ഞാൻ പ്രവർത്തിച്ചു വന്നതാണ്. നിരവധി കോളേജ് ഇലക്ഷനിലൊക്കെ മത്സരിച്ച് വിജയിച്ച് സെനറ്റ് മെമ്പറായിട്ട് KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ പബ്ലിക് ലൈഫിൽ വന്ന ഒരാളാണ്. വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഡിസ്ട്രിക്ട് കൗൺസിലിൽ ഞാൻ ജയിച്ചതാണ്. അതൊക്കെ താങ്കൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്ക് എൻ്റെ 37 വർഷത്തെ എൻ്റെ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിന് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കത് അറിയാം, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ PSC മെമ്പറെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ടുണ്ട് ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി. അത് രാജിവെച്ചിട്ട് UDFിൻ്റെ ആ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ എന്ന പോസ്റ്റ് പോലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് LDFന് പോയിട്ടുണ്ട്. പാർലമെൻറ്റും പോയി, LDFും പോയി അന്ന് ആന്റണി സാറ് മത്സരിച്ചപ്പോൾ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കൂടെയുള്ള 2 PSC മെമ്പേഴ്സ് ഇപ്പോൾ KPCC ഓഫീസ് ബെയറേഴ്സാണ്, ബേബിസണും അഡ്വക്കേറ്റ് രവീന്ദ്രനാഥും. അതിന് മുമ്പത്തെ പീരീഡിലുണ്ടായിരുന്ന വിജയലക്ഷ്മി മാഡം, അവരും PSC മെമ്പറായിരുന്നു. അവരത് കഴിഞ്ഞ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവർ പാർലമെൻറ്റിലും മത്സരിച്ചിട്ടുണ്ട്. അവർക്കും പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ഹൈബീഡിന് പെൻഷൻ കിട്ടുന്നുണ്ട്, KV തോമസിന് 2 പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ പല ലീഡേഴ്സിനും കിട്ടുന്നുണ്ട്. മന്ത്രി ജയലക്ഷ്മിക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയകാര്യ സമിതി കൊടുത്തു. എന്നെ മാത്രം ഒരു കാരണവശാലും എനിക്ക് പോസ്റ്റ് തരില്ല എന്ന് ഇദ്ദേഹം KPCC പ്രസിഡന്റിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് താങ്കൾക്ക് മാത്രം പോസ്റ്റ് നൽകാൻ പാടില്ല? മറ്റുള്ളവർക്ക് ഒന്നിലധികം പദവികൾ ലഭിക്കുമ്പോൾ താങ്കൾക്ക് മാത്രം പോസ്റ്റ് നൽകരുത് എന്നൊരു പിടിവാശി പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. താങ്കൾ KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. അവർ പറയുന്ന മറുപടി എന്താണ്? KPCC പ്രസിഡന്റ് അദ്ദേഹം നിന്റെ നിസ്സഹാവസ്ഥ അദ്ദേഹം എപ്പോഴും പറയും. കാരണം എന്നെ ഈ ജില്ലയിലെ ഒട്ടനവധി ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. PT തോമസ് എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തോട് പറയുകയും എൻ്റെ പേര് എഴുതി കൊടുക്കുകയും ചെയ്താണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്. ഈ ജില്ലയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം എന്നെ അവതരിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ MLA മാരായ എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ മറ്റു പല ആളുകളും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. VJ പൗലോസ് KPCC വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ ഹരീന്ദ്രനാഥ്, പിന്നെ അബ്ദുൾ മുത്തലിബ്, അങ്ങനെ ഒട്ടനവധി പേര് ഈ ജില്ലയിലുള്ള ഒരുപാട് ലീഡേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദീപ്തി മേരി വർഗീസ് എന്ന വ്യക്തിനെ ഇവിടെ സ്റ്റേറ്റ് ഭാരവാഹിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സൈഡ് ലൈൻ ചെയ്തതാണ്. അത് എല്ലാ ലീഡേഴ്സിനും അറിയാവുന്നൊരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പവറിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എപ്പോഴേ പറയാമായിരുന്നു. എനിക്ക് ഇത്രയും വൈകിയൊന്നും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരുപാട് പേര് ഈ ലീഡേഴ്സിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ, ഇപ്പോൾ താങ്കളുടെ റിപ്പോർട്ടർ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മുൻ കൗൺസിലർ അവർ പറഞ്ഞു അവർ പറയാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അവരെ പേര് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അവരനുഭവിച്ച പീഡനങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി പേര് ഈ പാർട്ടിയിലുണ്ട്. മെറിറ്റ് തഴയപ്പെടുന്നു. ഈ 2 വർഷം കൊണ്ട് ഒരാൾക്ക് ഇപ്പം നേതാവാകാം. അതാണ് ഇപ്പോൾ കാലം തെളിയിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുത്ത നേതാവിൻ്റെയൊക്കെ പേര് കേരളത്തിലുള്ള ജനങ്ങൾ അറിയാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഈ 37 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പുറത്താക്കാൻ എഴുതി കൊടുത്ത ഇവരുടെയൊക്കെ ക്രൈറ്റീരിയ എന്താണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഇവിടെ വാദി പ്രതിയായിരിക്കുകയാണ്.
ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പുറത്താക്കുന്ന? ഞാൻ മറ്റേ ദീപ്തി മേരി ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ജനാധിപത്യ പാർട്ടി എന്ന് എപ്പോഴും ഊറ്റം കൊള്ളുന്ന കോൺഗ്രസ്, വനിതാ പ്രധാനമന്ത്രി, വനിതാ അധ്യക്ഷമാർ ദീർഘകാലം നയിച്ച പാർട്ടി, ആ പാർട്ടിയിൽ കേരളത്തിൽ മാത്രം, ഒരുപക്ഷെ കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കാം, ഇങ്ങനെ സ്ത്രീകൾക്ക് പരിഗണന കിട്ടാത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 5, 6, 7 ഒതുങ്ങിപ്പോവുകയാണ് വനിതാ പ്രാതിനിധ്യം. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് നിരവധി സ്ത്രീകൾ സമീപകാലത്ത് പാർട്ടി വിട്ടുപോയിട്ടുണ്ടല്ലോ. അവരൊക്കെ ഈ ദുരനുഭവം കാരണം പാർട്ടി വിട്ടുപോയതാണ് എന്ന് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസിൽ സ്ഥാനത്തേക്ക് വരാൻ എന്തൊക്കെ ദുരനുഭവങ്ങൾ സ്ത്രീകൾ നേടുന്നുണ്ട്? ഞങ്ങളൊക്കെ നല്ല അനുഭവങ്ങളിലൂടെ തന്നെ പാർട്ടി പ്രവർത്തനം നടത്തിയതാ. പക്ഷെ ഞങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഇല്ലല്ലോ. ഇപ്പം എന്നോട് സംസാരിച്ച അവർ കൗൺസിലറായിരുന്നു. അവർക്ക് ദുരനുഭവം ഉണ്ടായപ്പോൾ അത് തടഞ്ഞതുകൊണ്ട് അവർക്ക് പിന്നെ സീറ്റ് കൊടുത്തില്ല. ഇപ്പം പറഞ്ഞതാ, താങ്കളുടെ റിപ്പോർട്ടർ അത് കേട്ടോണ്ടിരിക്കുവാണ്. അത് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ സ്പീക്കറിൽ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കേട്ടത്. ഞാൻ അവരുടെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള ആളാണല്ലോ. തുറന്നു ചോദിക്കട്ടെ, ഞാൻ നേരത്തെ അല്പം പൊതുഞ്ഞാണ്, താങ്കൾ അതിൽ കൃത്യമായി പ്രതികരിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി സിനിമാ മേഖലയിൽ വനിതകളടക്കം നിരവധി പേരുടെ വെളിപ്പെടുത്തലുകൾ വരികയാണ്, അതിൽ കേസെടുക്കുകയാണ്. ലൈംഗിക ചൂഷണമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകളിലും പൊതുസമൂഹത്തിന് മനസ്സിലായത്. സിനിമയിൽ വലിയ തോതിൽ ലൈംഗിക ചൂഷണം നിലനിൽക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ടോ? അങ്ങനെ അല്ലാത്തവർ ഒഴിവാക്കപ്പെടുന്നുണ്ടോ? ഡയറക്റ്റായി ചോദിക്കുകയാണ്. ഒഴിവാക്കപ്പെടുന്ന ഒരുപാട് പരാതികൾ എൻ്റെ സീനിയർ ലീഡേഴ്സിന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ചില മര്യാദകളുണ്ടല്ലോ. പിന്നെ പലർക്കും പരാതി പറയാൻ മടിയാണ്. ഇന്ന് പറഞ്ഞ കൗൺസിലർ പറയാൻ റെഡിയാന്ന് പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സ്പീക്കറിൽ വെച്ചോട്ടെന്ന് ചോദിച്ചപ്പോഴും സമ്മതിച്ചു. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു മറുപടി കിട്ടും. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയും ഇവരെ പേടിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ആളുകൾക്ക് ഇപ്പോൾ കുറച്ച് ധൈര്യം വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കൂ, ദീർഘകാലം കോൺഗ്രസിന്റെ സ്ഥാനങ്ങളിലേക്ക് ആരൊക്കെ വരണം എന്ന് നിശ്ചയിച്ചിരുന്നത് ദീർഘകാലം AK ആന്റണിയും K കരുണാകരനുമായിരുന്നു. അതിനൊപ്പം തന്നെ അതിനുശേഷവും ഉമ്മൻചാണ്ടി പ്രധാനപ്പെട്ട റോഡിലേക്ക് വന്നു, മറുഭാഗത്ത് രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട റോഡിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ സമയം 3-4 വർഷമായി VD സതീശൻ ഒരു ഭാഗത്ത് നേതൃത്വത്തിലേക്ക് വരുന്നു, ഒപ്പം തന്നെ K സുധാകരൻ മറുഭാഗത്ത് KPC അധ്യക്ഷനാകുന്നു, KC വേണുഗോപാൽ സെൻട്രൽ ലീഡർഷിപ്പിന്റെ ഭാഗമായി എമർജ് ചെയ്യുന്നു. ഈ നേതൃത്വത്തിന് ഒപ്പം നിന്നാൽ മാത്രമേ, നേതൃത്വത്തിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പാർട്ടിയിൽ സ്ഥാനങ്ങൾ കിട്ടുകയുള്ളൂ, ഗ്രൂപ്പിന്റെ ഭാഗമാകണം എന്നൊക്കെ കോൺഗ്രസിലെ യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾക്ക് അതിനപ്പുറത്തേക്ക് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. കാരണം ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അതോ താഴെത്തട്ടിലാണോ ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നത്? കൂടുതലും താഴെത്തട്ടിലാണ്. കാരണം ഞാൻ അത്യാവശ്യം ഞാനൊരു ഭരണഘടനാ പദവിയിലിരുന്നാണല്ലോ. അപ്പം ഞാൻ എൻ്റെ അയോഗ്യത എന്താണെന്ന് ചോദിച്ചു. എനിക്ക് പാർട്ടിയിൽ എൻ്റെ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വീട്ടിലിരിക്കാനാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിലെ. അപ്പോൾ ഇങ്ങനെ ഒരു ധിക്കാരത്തോടെയും ദർശത്തോടെയുള്ള മറുപടിയാണ്. PSC കിട്ടിയില്ലെന്ന്. അപ്പോൾ എൻ്റെ കൂടെ തന്നെയുള്ള 2 PSC മെമ്പേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റേ KPCCയിലെ ഭാരവാഹികളാണ്, ബേബിസണും അഡ്വക്കേറ്റ് ഹരിദ്രാദും. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാം, സിമി റോസ്ബെല്ലിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതെന്താ, ലിംഗവിവേചനമാണോ? പിന്നെ ഇതിനു മുമ്പ് ഒരു PSC മെമ്പർ ഇവിടെ പാർട്ടിയിൽ രാജിവെപ്പിച്ച് ആ PSCയുടെ മെമ്പർഷിപ്പ് LDFന് കൊടുത്ത് മത്സരിച്ചിട്ടുണ്ട്, ആൻ്റണി ഐസക്. അദ്ദേഹത്തെ 8 നിലയിൽ പൊട്ടിച്ച്. അന്നൊക്കെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സ്റ്റേറ്റിൽ. അപ്പോൾ എനിക്കൊരവസരം നിഷേധിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. എഡ്വേർഡ് എഴുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ അന്ന് ഷാനിമോൾ കളിയാക്കിയതാണ്, നിങ്ങൾ എപ്പോഴാണ് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതെന്ന് ചോദിച്ച്. അങ്ങനെ നിരവധി അവസരങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടയിൽ. എന്നിട്ട് എനിക്കൊരു PSC തന്നിട്ട് ഇന്നലെ അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണേ, ചില വൈരാഗ്യ ബുദ്ധിയോടുകൂടെ, ഞാൻ PSCയുടെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ഒരു വിധവയായ, ഒരു നിരായുധയായ ഒരു സാധു സ്ത്രീ, ഒരു 11 വയസ്സുള്ള മകൻ, പിതാവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, ഈ പാർട്ടിയിലെ 3.5 പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ചിട്ട് ഒരു PSCയുടെ പെൻഷൻ വാങ്ങിക്കുന്നത് സഹിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര ക്രൂരമാണ്.
ഒരു മനുഷ്യത്തുള്ളൊരു മനുഷ്യൻ പറയുന്നൊരു കാര്യമാണ്. എന്നാൽ സെയിം പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റിലിരിക്കാൻ KPCCയിൽ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇദ്ദേഹവും എറണാകുളം MP കൂടി. ഞാൻ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? ഞാൻ പ്രതികരിക്കാൻ പാടില്ലേ? ചോദിക്കുമ്പോഴേ നീതി കിട്ടിയില്ല. KPCC പ്രസിഡൻ്റ് അടുത്ത് നിന്ന് നീതി കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ പറയാം, നിശബ്ദമായിട്ടിരിക്കണോ? അത് ഈ എൻ്റെ ഒപ്പമൊന്നും പ്രവർത്തന പാരമ്പര്യമൊന്നും പ്രതിപക്ഷ നേതാവിനില്ല. ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിനും ഞാൻ മത്സരിച്ച് കഴിഞ്ഞ് ഞാൻ KSUയിലൂടെ പ്രവർത്തിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ KC വേണുഗോപാൽ ബാച്ചിലെ ഒരേ ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആ 28 അംഗ ഭാരവാഹി പട്ടികയിൽ ഒരാളായിരുന്നില്ല. ഇദ്ദേഹം ജില്ലാ ഭാരവാഹി പട്ടികയിൽ ഒരാളായിരുന്നില്ല. ഇദ്ദേഹം ഒരു ദിവസം പോലും യൂത്ത് കോൺഗ്രസ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് അർഹതയില്ല. ഇദ്ദേഹം ഒരു ദിവസം പോയിട്ട് ഒരു ജില്ലയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരു ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ അറിയില്ല. ഞങ്ങളൊക്കെ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ബാച്ചുകാരെ എല്ലാം ഇദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് അവരെയൊക്കെ വിസ്മൃതിയിലാക്കുകയാണ്. ഒരു പക വീട്ടുന്ന പോലെയാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ലാജു, ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ, അദ്ദേഹം വലിയ നേതാവ് അല്ലാത്തതുകൊണ്ട് അവിടെ മറ്റേ ലോക്കലായിട്ടുള്ള പ്രസ് കോൺഫറൻസേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ട് പറ്റാഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന്, എന്നെ അത്രമാത്രം മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെന്ന്. പിന്നെ അതുപോലെ ജോണിനെ കാര്യമായ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ പ്രതികരണം വന്നതിന്റെ പിറ്റേ ദിവസം പുറത്താക്കുകയാണ്. ഇത് ജനാധിപത്യമാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വച്ചത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുകയാണ് സിമി റോസ്ബെൽ ജോൺ.